ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഡേറ്റ കളക്ഷൻ്റെ രീതികളെ പറ്റിയും ടൈപ്സ് ഓഫ് ഡേറ്റയെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇൻഫോർമേഷൻസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വേർ ഡു യു ഗെറ്റ് ഇൻഫോർമേഷൻ ഫ്രം? നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നമുക്ക് വേണ്ട റിപ്പോർട്ടുകൾക്കോ എന്തിനോ വേണ്ടി ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി വരുന്ന ഡേറ്റാസൊക്കെയും നമുക്ക് എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഏതാണ് നമുക്കുള്ള സോഴ്സസ് ഓഫ് ഡേറ്റ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്ന ബുക്സ്, നമുക്ക് വായിക്കാൻ ലഭിക്കുന്ന ബുക്സ്, നമ്മൾ ആ ബുക്സിലൂടെ ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് ഡേറ്റാസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ഒരുപാട് ഡേറ്റാസ് കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ അറിയാവുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരും പോലെ അല്ലേ. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ ബെസ്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷനാണ്. ആരൊക്കെയാണ് നമുക്ക് കിട്ടും? നമ്മുടെ വായിക്കുന്ന ബുക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ബ്രൗസറിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും, നമ്മുടെ ഫാമിലി പേരൻസ് അവരെല്ലാം, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്, ഇവരൊക്കെയും ഇവരറിയാതെ നമുക്ക് കുറേ ഇൻഫർമേഷൻസ്, നമുക്ക് ഡേറ്റ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്. അറിയാതെ നമ്മൾ അവരിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഡേറ്റാസ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ ബുക്സിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, ഫ്രണ്ട്സിലൂടെ, ഫാമിലിയിലൂടെ. ഓക്കെ, സപ്പോസ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യം മാത്രം എടുക്കുക. ഇൻ്റർനെറ്റിലൂടെയാണ് നമുക്ക് ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റാസ് എല്ലാം ഇൻ്റർനെറ്റിലൂടെ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇൻ്റർനെറ്റിൽ ആരാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ അപ്ലോഡ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഡേറ്റാസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്, കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ആ പേഴ്സൺ എങ്ങനെയാണ് ഈ ഡേറ്റാസ് ഒക്കെയും കളക്ട് ചെയ്തത്? അപ്പം അയാൾക്ക് എങ്ങനെ ഈ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു? ഇനി പോട്ടെ, അദ്ദേഹം ആരുടെ കയ്യിൽ നിന്നാണ് ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഇൻ്റർനെറ്റിൻ്റെ ഒരേ ഒരു എക്സാമ്പിളിൽ തന്നെ പറയാൻ പറ്റാതെ വരികയാണ്. ആ ഡേറ്റാസൊക്കെയും ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്ലോഡ് ചെയ്യുന്നത്? അദ്ദേഹം എങ്ങനെയാണ് ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തത്? ആരുടെ കയ്യിൽ നിന്നാണ് ഡേറ്റ ഒക്കെയും ലഭിച്ചത്? ഇതെല്ലാം നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന തീമിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഡേറ്റാസ് ഒക്കെയും എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ആ കളക്ട് ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ആരാണ് ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് നടത്തുന്നത്? അത് ഏതൊക്കെ ടെക്നിക്സ് ആണ്, എന്തൊക്കെയാണ്, എങ്ങനെ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ്, ഇതൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ആ മെത്തേഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ഇൻഫർമേഷൻസ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ഉള്ള പോപ്പുലേഷനിൽ നിന്നോ സാമ്പിളിൽ നിന്നോ ഒബ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് കളക്ഷൻ ഓഫ് ഡേറ്റയിൽ അണ്ടറിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ 2 ടൈപ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്, അതായത് പ്രൈമറി ഡേറ്റയെ കളക്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. പ്രൈമറി ഡേറ്റ എന്താണെന്നും അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്, സെക്കൻഡറി ഡേറ്റാസിനെ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്. സെക്കൻഡറി ഡേറ്റാസ് എന്താണെന്നും പ്രൈമറി ഡേറ്റാസ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് ഒക്കെയും നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡേറ്റ കളക്ഷൻ മെത്തേഡ് ഏതാണ്? പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്റ്റഡ് ഡയറക്ട്ലി ബൈ എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് ടെലിഫോണിക് കോൾ, ഇമെയിൽ എക്സെട്ര. അതായത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ്
പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഡേറ്റ ഒറിജിനലി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഡേറ്റ കളക്ട് ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റ്ലി എവിടെ നിന്നാണോ കളക്ട് ചെയ്യപ്പെടുന്നത് ആ പേഴ്സൻ്റെ ഒരിക്കലും ഡയറക്റ്റ്ലി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതായത് ഫ്രം സം പ്രൈമറി സോഴ്സിൽ നിന്നാണ്, അതായത് എവിടെ നിന്നാണോ നമ്മുടെ ഡേറ്റ ഉത്ഭവിക്കുന്നത് അതിൻ്റെ ആ പ്രൈമറി സ്റ്റേജിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. അത് ഈ ഡേറ്റാസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്, ഡേറ്റ കളക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറയുന്നത് ഒറിജിനൽ ഡേറ്റ എന്ന് പറയും. ഓക്കെ, ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആയിരിക്കും അല്ലേ. ഇറ്റ്സ് ലൈക്ക് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽ. ഇതെങ്ങനെയായിരിക്കും, ഒരു റോ മെറ്റീരിയലിൻ്റെ ഫോമിലായിരിക്കും, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പോലെ ആയിരിക്കില്ല. നമുക്ക് ഈ ഡേറ്റാസ് കിട്ടിയതിന് ശേഷം നമ്മളൊന്ന് പോളിഷ് ചെയ്ത് നമ്മുടെ റിപ്പോർട്ടിന് അനുസരിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഇത് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടി വരും. അപ്പം നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മൾ ഡേറ്റ പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ ആയിട്ടായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിനനുസരിക്കുന്ന രീതിയിൽ ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, അതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു റോ മെറ്റീരിയൽ ഫോമിലാണ് നമുക്ക് പ്രൈമറി ഡേറ്റാസ് ലഭിക്കുന്നത്. ഇനി ഈ പ്രൈമറി ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന പേഴ്സൺ ഹു കളക്ട് ദി ഇൻഫർമേഷൻ, ആ പേഴ്സണെ നമ്മൾ വിളിക്കുന്നത് എന്യൂമറേറ്റർ എന്നാണ്. അപ്പോൾ എന്യൂമറേറ്റർ ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് നമുക്ക് ഈ ഡേറ്റാസ് പ്രൈമറി ഡേറ്റാസ് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് സെൻസസ് സർവേ. നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് സർവേയുടെ ഭാഗമായിട്ട് ആളുകൾ വരും, എന്യൂമറേറ്റേഴ്സ് വരും, നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പേര്, ഏജ്, അഡ്രസ്സ്, പിന്നെ നമ്മുടെ ഇൻകം, അങ്ങനെ പല പല കാര്യങ്ങളും ചോദിക്കൂലേ. അപ്പോൾ അതെല്ലാം എന്താണ്, ഡയറക്റ്റ്ലി അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. അവരുടെ റിപ്പോർട്ടിന് അനുസൃതമായ രീതിയിൽ അവർ പിന്നെ ഈ റോ മെറ്റീരിയൽ ഫോമിലുള്ള ഡേറ്റയെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡറി ഡേറ്റ? ഓക്കെ, സെക്കൻഡറി ഡേറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്നും നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. നമുക്ക് ഡേറ്റാസ് ഇൻഫർമേഷൻസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, അവർ ഡയറക്റ്റ്ലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. അതായത് പബ്ലിഷ്ഡോ അൺപബ്ലിഷ്ഡോ ആയിട്ടുള്ള ജേർണൽസിൽ നിന്നോ അങ്ങനെ പല രീതിയിലുള്ള മാധ്യമങ്ങളിൽ നിന്നോ വേറൊരാൾ എന്ത് ചെയ്യുന്നു, പേഴ്സൺസ് കളക്ട് ചെയ്ത ഡേറ്റ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു, ഏതോ പ്രൈമറി ഡേറ്റ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഏതോ ഒരു പേഴ്സൺ കളക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അത് നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നതിനെയാണെന്ത്, സെക്കൻഡറി ഡേറ്റാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡേറ്റാസ് എങ്ങനെയുള്ള രീതിയിലായിരിക്കും, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന രീതിയിലായിരിക്കും. ഒരു പേഴ്സൺ ഫസ്റ്റായിട്ട് അത് ഡേറ്റ കളക്ട് ചെയ്തു, അയാൾ ആ റോ മെറ്റീരിയലിനെ എന്താക്കിയിട്ടുണ്ട്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡേറ്റയെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതെന്താണ്, അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ രീതിയിലുള്ള ഒരു ഡേറ്റയാണ്. അത് പബ്ലിഷ്ഡോ അൺപബ്ലിഷ്ഡോ ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഡേറ്റാസൊക്കെ എന്താണ്, സെക്കൻഡറി ഡേറ്റാസ്. നമ്മൾ ബുക്ക് നോക്കി എഴുതും, അങ്ങനെ പല ടൈപ്പിലും നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, ഡയറീസ്, മാനുസ്ക്രിപ്റ്റ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ഇൻ്റർനെറ്റ്, ഇതൊക്കെയും എന്താണ്, സെക്കൻഡറി ഡേറ്റാസിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ഡേറ്റയെ നമുക്ക് ആദ്യം ഫുള്ളായിട്ട് നോക്കിയതിന് ശേഷം സെക്കൻഡറി ഡേറ്റയിലേക്ക് പോകാം. വീണ്ടും അതിനുശേഷം നമുക്കിത് താരതമ്യം ചെയ്ത് പഠിക്കാം. അങ്ങനെ വരുമ്പോൾ പ്രൈമറി ഡേറ്റ എന്താണെന്നുള്ളൊരു ഫുൾ നോളജും കിട്ടും, സെക്കൻഡറി ഡേറ്റ എന്താണെന്നൊരു ഫുൾ നോളജ് കിട്ടും. പിന്നീട് നിങ്ങൾക്ക് കമ്പാരിസൺ ഈസി ആയിരിക്കും. ഓക്കെ, പ്രൈമറി ഡേറ്റയുടെ ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഇത് കളക്ട് ഫ്രം പ്രൈമറി സോഴ്സ്. പ്രൈമറി സോഴ്സിൽ നിന്നാണിത്
കളക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഏതോ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു എന്യൂമറേറ്റർ ഡയറക്റ്റ്ലി വന്ന് ഒറിജിനലി നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും നമ്മൾ ഡേറ്റാസ് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുക. സോ പ്രൈമറി സോഴ്സിൽ നിന്നാണ് ഡേറ്റ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ സോഴ്സിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്, നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി ഇതെന്താണ്, ഇങ്ങനെയുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത് കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മളായിരിക്കും ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഒരാളോട് ചോദിച്ച് ഇൻ്റർവ്യൂ ആയിരിക്കാം, ക്വസ്റ്റ്യനെയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒബ്സർവേഷൻ ആയിരിക്കാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ടെക്നിക്കുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഫസ്റ്റ് ടൈമിൽ അയാളായിരിക്കും, ആ എന്യൂമറേറ്റർ ആയിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇത് എങ്ങനെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, ഒരു റോ മെറ്റീരിയലിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ആൻസർ ആയിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ച രീതിയിലോ ആയിരിക്കും ഇതിനകത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി എടുക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യാൻ നേരം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഫില്ല് ചെയ്യാൻ നേരം നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് പോളിഷ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ രീതിയിലാക്കണം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ, ഒരു റോ മെറ്റീരിയൽ പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഡേറ്റ. ഇറ്റ് ഗോസ് ത്രൂ ഫർദർ അനാലിസിസ് ആൻഡ് ചേഞ്ചസ്. ആഫ്റ്റർ യൂസ്, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്തു. ഈ പ്രൈമറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു ഫസ്റ്റ് ടൈം, നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്നും ഫസ്റ്റ് ടൈം റോ മെറ്റീരിയൽ ഫോമിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് അനലൈസ് എല്ലാം ചെയ്തതിന് ശേഷം, ചേഞ്ചസ് എല്ലാം വരുത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി കൺവേർട്ട് ചെയ്യപ്പെടും, ഇത് സെക്കൻഡറി ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇത് ആദ്യം പ്രൈമറി ഡേറ്റയായിട്ട് നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്നും ഫസ്റ്റ് ടൈം റോ മെറ്റീരിയൽ ഫോമിൽ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. പിന്നെ ഇത് നമ്മൾ അനാലിസിസും എല്ലാ ചേഞ്ചസും വരുത്തി പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറും, സെക്കൻഡറി ഡേറ്റയായിട്ട് മാറും. ഓക്കെ, അതായത് എപ്പോൾ വേറൊരാൾ യൂസ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഫസ്റ്റ് എടുത്ത ഇന്യൂമറേറ്റർക്ക് അത് എപ്പോഴും പ്രൈമറി ഡേറ്റ ആയിരിക്കും. വേറൊരാൾ പിന്നീട് വന്ന് എടുക്കുകയാണെങ്കിൽ അത് എന്തായി ചേഞ്ച് ചെയ്യപ്പെടും, സെക്കൻഡറി ഡേറ്റയായിട്ട്. ഓക്കെ, അടുത്ത പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത പ്രൈമറി ഡേറ്റയെ പറ്റി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നീഡ്സ് മോർ റിസോഴ്സസ്. അതായത് പ്രൈമറി ഡേറ്റയ്ക്ക് ഒരുപാട് റിസോഴ്സസിൻ്റെ ആവശ്യം ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം, അപ്പം നമുക്ക് മണി വേണം അല്ലേ, അതിന് ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടാക്കണം, ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലത്ത് നമ്മൾ പോകണം അല്ലേ, ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലായിരിക്കും, അവിടെയൊക്കെ പോകണം, അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് മണി മാത്രമല്ല, മണി, ടൈം, മെഷീനറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, പ്രൈമറി ഡേറ്റ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, needs more precaution at the time of collection but less at the time of issue. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, നീഡ് മോർ പ്രിക്കോഷൻ അറ്റ് ദി ടൈം ഓഫ് കളക്ഷൻ ബട്ട് ലെസ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ. നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈമിൽ എന്തുണ്ട്, ഒരുപാട് പ്രിക്കോഷൻസ് എടുത്ത് വേണം കളക്ട് ചെയ്യാൻ. ബയാസ്ഡ് ആയി പോകരുത്, എറേഴ്സ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യാം. അപ്പോൾ കളക്ട് ചെയ്യുന്ന ടൈമിലാണ് കൂടുതൽ പ്രിക്കോഷൻ വേണ്ടത്. പിന്നീട് നമ്മളിത് റിപ്പോർട്ടായിട്ട് ഇഷ്യൂ ചെയ്യാൻ നേരം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറിജിനൽ ഡേറ്റയാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യം ഇല്ല. ഇനി നെക്സ്റ്റ് പ്രൈമറി ഡേറ്റയെ പറ്റി പറയുന്നത് എന്താണ്,
can be collected by different methods like observation, interview, questionnaire, etc. അപ്പം പ്രൈമറി ഡേറ്റ കളക്ഷൻസിന് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയർ, ഇതൊക്കെയും നമ്മൾ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം ഉൾപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൈമറി ഡേറ്റ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് കളക്റ്റഡ് ഫ്രം സെക്കൻഡറി സോഴ്സസ്. സെക്കൻഡറി സോഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതായത് വേറൊരാൾ പബ്ലിഷ് ചെയ്തതോ പബ്ലിഷ് ചെയ്യാത്തതോ ആയിട്ട് വേറൊരാൾ കളക്ട് ചെയ്ത ഡേറ്റാസിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, കളക്റ്റഡ് ഫോർ ദ സെക്കൻഡ് ടൈം. വേറെ ആരോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ എന്താണ് രണ്ടാം തവണയാണ് ആ കളക്ഷന് വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അടുത്തെന്താ പറഞ്ഞ, ഇൻ ദ ഷേപ്പ് ഓഫ് ഫിനിഷ്ഡ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഫോമിലായിരിക്കും ആ ഒരു ഡേറ്റാസ് ഇരിക്കുന്നത്. അല്ലാതെ റോ മെറ്റീരിയൽ ഫോമിലായിരിക്കത്തില്ല. അതായത് എന്താ, ആരോ ഡേറ്റാസൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ റോ മെറ്റീരിയൽ പോലുള്ള ഡേറ്റയെ എന്താക്കിയിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതേ പ്രോജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അതേ റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതേപോലെ തന്നെ എഴുതി വെക്കാം. അതേ പ്രോജക്റ്റ് അല്ല അതേ റിപ്പോർട്ടല്ല നമുക്ക് വേണ്ടത്, ഇച്ചിരി മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെമി ഫിനിഷ്ഡ് ഫോർമാറ്റിൽ നമുക്കത് കിട്ടും. അടുത്ത എന്താണ് പറയുന്നത്, നെവർ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡേറ്റ. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, പ്രൈമറി ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് നമ്മൾ ഇതിവിടെ പ്രൈമറി ഡേറ്റയ്ക്കകത്ത് പറഞ്ഞിരുന്ന എന്താണ്, ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്നുള്ള രീതിയിൽ നിന്നും സെക്കൻഡറി ഡേറ്റയായിട്ട് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ പ്രൈമറി ഡേറ്റയുണ്ട്. നമ്മൾ പ്രൈമറിലി ഈ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറും, മറ്റൊരാൾക്ക് ഇത് സെക്കൻഡറി ഡേറ്റയായി മാറും അല്ലേ. പക്ഷേ സെക്കൻഡറി ഡേറ്റ ഒരിക്കൽ ഒരാൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സെക്കൻഡറി ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എന്താക്കാൻ പറ്റത്തില്ല, പ്രൈമറി ആക്കാൻ പറ്റത്തില്ല. അതാണ് നെവർ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡേറ്റ എന്ന് പറയാം. നമുക്കതിനെ എന്താക്കാൻ പറ്റില്ല, പ്രൈമറി ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. യൂസ്ഡ് ആസ് സച്ച് വിത്തൗട്ട് എനി ചേഞ്ചസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കെട്ടിയ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെസ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. അതായത് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നു, ഇപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കി നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ഒരു കാര്യം എഴുതി വെക്കുന്നതും അന്വേഷിച്ച് കണ്ടെത്തുന്നതും തമ്മിൽ എക്സ്പെൻസ് ഏതിനാണ് കുറവ്, ടൈമും മണി മെഷീനറി എല്ലാം കുറവ് എന്തിനു തന്നെയാണ്, നമ്മുടെ സെക്കൻഡറി ഡേറ്റയ്ക്ക് തന്നെയാണ്. സോ ഇനി ലെസ് പ്രിക്കോഷൻ അറ്റ് ദി ടൈം ഓഫ് കളക്ഷൻ ബട്ട് മോർ അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇൻ്റർനെറ്റിനകത്ത് നോക്കുക, എഴുതിയെടുക്കുക, അല്ലെങ്കിൽ മറ്റു ബുക്കിൽ നോക്കുക, എഴുതിയെടുക്കുക, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷേ അത് നമ്മുടെ റിപ്പോർട്ടിനനുസരിച്ച് മാറ്റി എഴുതുമ്പം അവിടെയാണ് നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈമിൽ പ്രിക്കോഷനൊന്നുമില്ല, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ മോർ പ്രിക്കോഷൻസ് വേണ്ടി വരും. ഇനി ഇതെങ്ങനെയാണ് അതിൻ്റെ കളക്ഷൻ ടെക്നിക്ക്, കളക്റ്റഡ് ബൈ കോപ്പിയിങ് ഡൗൺ ഫ്രം സം പബ്ലിഷ്ഡ് പേപ്പേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. ചില പബ്ലിഷ്ഡ് റെക്കോർഡ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പേപ്പേഴ്സിൽ നിന്നും കോപ്പി ഡൗൺ ചെയ്യുന്നതാണെന്ത്, സെക്കൻഡറി ഡേറ്റ. അപ്പോൾ ഇതാണ് പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്താണെന്നും സെക്കൻഡറി ഡേറ്റ എന്താണെന്നും നമുക്ക് എന്തായി മനസ്സിലായി. അതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് നമുക്കിപ്പോൾ മനസ്സിലായി. പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റയാണ്. ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സിൽ നിന്നുമാണ് ഇത് കളക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് സെക്കൻഡറി സോഴ്സിൽ നിന്നാണ്. പ്രൈമറി ഡേറ്റ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഇവിടെയോ സെക്കൻഡറി ഡേറ്റ ഫസ്റ്റ് ടൈം ആരോ കളക്ട് ചെയ്തു പബ്ലിഷ് ചെയ്തതാണ്. അതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ടൈമാണ്
യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രൈമറി ഡേറ്റ ഒരു റോ മെറ്റീരിയലിൻ്റെ ഷേപ്പിലാണ്. നമ്മൾ ഡേറ്റാസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസർ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒബ്സർവ് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത്. പിന്നീട് നമ്മളത് ഫിനിഷ് ചെയ്ത് മോഡലാക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സെക്കൻഡറി ഡേറ്റാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനിഷ്ഡ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് പോലെ ആണ്. അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോലെ നമുക്ക് കിട്ടും. ആ ഡേറ്റാസ് ഒക്കെയും പോളിഷ്ഡ് ആൻഡ് റിപ്പോർട്ടിന് മാച്ചാകുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി പ്രൈമറി ഡേറ്റയെ നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ഡേറ്റയാക്കാൻ പറ്റും. പക്ഷേ സെക്കൻഡറി ഡേറ്റയെ നമുക്ക് ഒരിക്കലും എന്താക്കാനായിട്ട് പറ്റില്ല, തിരിച്ച് പ്രൈമറി ഡേറ്റയാക്കാനായിട്ട് പറ്റില്ല. ഇനി അതേപോലെ പറയുകയാണ് യൂസ്ഡ് ആസ് സച്ച് വിത്തൗട്ട് എനി ചേഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സെക്കൻഡറി ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രൈമറി ഡേറ്റ ആക്കാൻ സാധിക്കില്ല. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, റോ മെറ്റീരിയലാണ്. ഇതെന്താണ്, ഫിനിഷ്ഡ് ആണ്. ഇനി പ്രൈമറി ഡേറ്റാസ് എന്ന് വെച്ചാൽ നീഡ് മോർ റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്, റിസോഴ്സസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരുപാട് ആവശ്യമില്ല. ഇവിടെ പ്രൈമറിലി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ടൈം, മണി, മെഷീനറി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യണം. സെക്കൻഡറി ഡേറ്റയ്ക്ക് ഇതിനകത്തൊന്നും ആവശ്യമില്ല എന്നല്ല, കുറവാണ്. ഇനി അതേപോലെ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കണം. ബട്ട് അത് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ പ്രൈമറി ഡേറ്റ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഒറിജിനലായിട്ട് കളക്ട് ചെയ്ത ഡേറ്റയുണ്ട്, നമുക്ക് അത്രയും പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ സെക്കൻഡറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് ബുക്സിൽ നിന്നും ജേർണൽസിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ഒക്കെ അപ്ലോഡ് ചെയ്ത് നോക്കി എഴുതും. പക്ഷെ അത് നമ്മൾ ആ പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. ഒരുപാട് പ്രൈമറി ഡേറ്റ കളക്ഷൻ ടെക്നിക്സും ഉണ്ട്, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയർ, അങ്ങനെ ഒരുപാട്. അതുപോലെ സെക്കൻഡറി ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി ഡേറ്റയുടെയും സെക്കൻഡറി ഡേറ്റയുടെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് ആണ്. പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മീനിങ്ങുകൾ മാത്രമാണ് ഈ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് തന്നെ പല ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മീനിങ്ങും ഡിഫറൻസും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.